ഹലോ! ഏതോ ജന്മകൽപ്പന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിക്കരികിലേക്ക് എത്തുകയാണ് അല്ലേ? അപ്പൊ ശ്രുതിയോട് വരുമ്പോ തന്നെ നമ്മുടെ അശ്വിൻ ദേഷ്യപ്പെടുവാട്ടോ. "നീ എന്ത് പണിയാ ചെയ്തത്? എന്നോട് ഒരു വാക്ക് പറയാതെയാണോ പോന്നത്?" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ. അപ്പൊ അമ്മായി ഇതും കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അമ്മായി ചോദിക്കുന്നുണ്ട്, "എന്താ മോനെ ഇത് അവളുടെ പിറന്നാൾ ദിവസമായിട്ട് നീ അവളെ വഴക്ക് പറയുകയാണോ?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ അറിയുന്നത് അന്ന് ശ്രുതിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് ട്ടോ. അങ്ങനെ അമ്മായി അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ അശ്വിൻ ഹാപ്പി ഹാപ്പി ഇങ്ങനെ പറയുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല പറയാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഹാപ്പിയാ എന്നും പറഞ്ഞിട്ട് ശ്രുതി അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. അമ്മായിയെ സഹായിക്കണമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നുണ്ടേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ പ്രീതി നമ്മുടെ അശ്വിന്റെ വീട്ടിലിങ്ങനെ ആ ഒരു മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ മനോരമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, ഇന്ന് ശ്രുതിയുടെ പിറന്നാളാ അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനോരമ, ഓഹോ, ഇവിടെ എല്ലാവരുടെയും ജീവിതം കുട്ടിച്ചോറാക്കി അവളുടെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കാൻ പോവാണോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അപ്പുറത്തോട്ട് തിരിയുന്ന തക്കത്തിന് നമ്മുടെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതില് നമ്മുടെ മനോരമ ഒരു ഒപ്പ് വാരി ഇടുന്നുണ്ടേ ആ ഒരു സ്വീറ്റ്സ് കൊളമാക്കാൻ വേണ്ടിയിട്ട് ട്ടോ. അപ്പുറത്ത് നമ്മുടെ അമ്മായി, അപ്പൊ നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് നമ്മുടെ അമ്മായി അശ്വിന്റെ അടുത്ത ദേഷ്യത്തിലാണ്. പിറന്നാൾ ദിവസം നമ്മുടെ ശ്രുതിയെ വഴക്ക് പറഞ്ഞത് കൊണ്ട്. അപ്പൊ നമ്മുടെ അശ്വിൻ അമ്മായിയുടെ അടുത്ത് പറയുന്നുണ്ട്, സോറി അമ്മായി, എനിക്ക് അറിയത്തില്ലായിരുന്നു അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മായി പറയുന്നുണ്ട്, അമ്മായിയുടെ വഴക്ക് മാറണമെങ്കിൽ അമ്മായി ഉണ്ടാക്കി വെച്ച എല്ലാം അശ്വിമോൻ വയറ് നിറയെ കഴിക്കണം, എന്നാൽ അമ്മായിയുടെ വഴക്ക് മാറും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, ആ ശരി, സമ്മതിച്ചു, അമ്മായി ഉണ്ടാക്കിയ എല്ലാം ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഒരു കുന്ന് സാധനങ്ങൾ നമ്മുടെ അമ്മായി ആ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ട്ടോ. നമ്മുടെ അമ്മായി ഒരു കുന്ന് ദോശ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക നമ്മുടെ അശ്വിന്റെ പാത്രത്തിലോട്ട് ട്ടോ. എന്നിട്ട് അശ്വിൻ മതി മതി, എനിക്കിപ്പോ മതി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. പിന്നീട് എന്തൊക്കെയോ ഇപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മയൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക. നമ്മുടെ ശ്രുതി കഴിക്കുന്നില്ല, ശ്രുതി ചുമ്മാ അശ്വിന്റെ അടുത്ത് വന്ന് ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ എന്തൊക്കെയോ താഴെ പോകുമ്പോൾ നമ്മുടെ അശ്വിനും എടുക്കാൻ പോകും, ശ്രുതിയും എടുക്കാൻ പോകും. അപ്പൊ രണ്ടുപേരുടെയും തല ഇങ്ങനെ കൂട്ടിമുട്ടുന്നൊക്കെ ഉണ്ടേ. അപ്പൊ നമ്മുടെ അശ്വിന് നമ്മുടെ ശ്രുതിയെ ഒന്ന് ചുംബിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ആ ഒരു പിറന്നാൾ സമ്മാനം അവിടെ വെച്ച് കൊടുത്താലോ, ഹാപ്പി ബർത്ത്ഡേ പറയണം എന്നൊക്കെ വീണ്ടും ഉണ്ട്. അപ്പൊ നമ്മുടെ അശ്വിൻ വീണ്ടും ഹാപ്പി ഹാപ്പി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി ഹാപ്പി ബർത്ത്ഡേ പറയാനാണെന്ന്. പക്ഷെ ശ്രുതി അവിടെ ഒരു എട്ടിന്റെ പണി നമ്മുടെ അശ്വിനിട്ട് കൊടുക്കാൻ വേണ്ടി, അമ്മായി, സാറിന് ഒരു ഹാഫ് ദോശ കൂടി വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ കോമഡി ആയിട്ട് പോകുവാണേ. അതിനുശേഷം നമ്മുടെ അമ്മായി പറയുന്നുണ്ട് നമ്മുടെ അശ്വിന്റെ അടുത്ത്, മോൻ എന്റെ പണക്കം മാറ്റി, ഇനി ഭാര്യയുടെ പണക്കം എങ്ങനെ മാറ്റും എന്നിങ്ങനെ ചോദിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.